ഡിയേഴ്സ്, ഇന്നേ ഞാൻ ഇട്ടിരിക്കുന്ന സെയിം ഒരു പാനൽ കട്ട് അനാർക്കലിയാണ്. ഇതിപ്പോ ഒരു ബ്ലാക്ക് ഫ്ലോറൽ പ്രിന്റ്, ലക്ഷറി ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത്. പാനൽ കട്ടാണ്. 6 പാനൽസ് വരും. ഫ്രണ്ടിൽ ഒരു 3 പാനലും ബാക്കിൽ ഇങ്ങനെ 3 പാനൽസ് ആയിട്ട്. ബാക്ക് ഇങ്ങനെ പ്ലെയിൻ ആണ്. സ്ലീവില് വർക്ക് ഒന്നുമില്ല. ഒരു ജ്വൽ നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡൻ കട്ട് ബീഡ്സ്, ഒരു മെറൂൺ മിറർ വർക്ക് ഒക്കെ കൊടുത്ത് ത്രെഡ് ഒക്കെ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന് നമുക്കൊരു മെറൂൺ ബോട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് ബോട്ടോ ഒക്കെ ആങ്കിൾ ലെങ്ത് ബോട്ടം വെച്ചിട്ടൊക്കെ പെയർ ചെയ്യാം. നല്ല കംഫർട്ടാണ്. ഈ ഒരു ചൂടത്തൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര കംഫർട്ടാട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിങ് ഇല്ല, അതാണ് ഏറ്റവും വലിയ. നമുക്കൊരു സ്ലിം ഫിറ്റ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. പിന്നെ ഇതിന്റെ നെക്സ്റ്റ് 2 പാറ്റേണിൽ 2 കളേഴ്സ് ഷെയ്ഡും കൂടി വരുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഒരു പൗഡർ ടീൻ ബ്ലൂ ഷെയ്ഡ് എന്നൊക്കെ പറയും. ഒരു കാന്ത കോട്ടൺ ഫാബ്രിക്കിലാണ് വരുന്നത്. ഇതും വിത്തൗട്ട് ലൈനിങ് ആണ്, പാനൽ കട്ടാണ്, സെയിം പാറ്റേൺ ആണ്, ജ്വൽ നെക്ക് ആണ്. ഇങ്ങനെ വർക്ക് ഒക്കെ കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ആട്ടോ. നിങ്ങൾക്ക് ഒരു ബ്ലൂ ബോട്ടൊക്കെ വെച്ച് പെയർ ചെയ്തിട്ട് ഇടാൻ പറ്റും. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ്. ഇങ്ങനെ പറയാ, ലീ ഗ്രീൻ, അങ്ങനത്തെ ഒരു പേസ്റ്റൽ ഗ്രീൻ, ആ ഒരു ഷെയ്ഡാണ്. പക്ഷെ ഇതിന്റെ ഫ്രണ്ടില് ജ്വൽ നെക്ക് എന്ന് പറയുന്ന ബീഡ്സ് കളർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വർക്ക്, നല്ല ഫിനിഷിംഗ് ആണ്. ബാക്കിലും നല്ല പ്ലെയിൻ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ സിമ്പിൾ ആയിട്ട് പോയി വരുമ്പോൾ നമുക്ക് ഇടാനും, അതെല്ലാം നമുക്കൊരു ചെറിയ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്.